കേരളത്തിൽ NDA അക്കൗണ്ട് തുറക്കുമോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം NDA അക്കൗണ്ട് തുറന്നത് 2004-ലാണ്. അത് PC തോമസിലൂടെയാണ്. IFDP സ്ഥാനാർത്ഥി, ഇന്ത്യൻ ഫെഡറൽ ഡെമോക്രാറ്റിക് പാർട്ടി ആ സ്ഥാനാർത്ഥിയായി ക്രൈസ്തവ മണ്ഡലം എന്നുകൂടി അറിയപ്പെടുന്ന ആ ഒരു പ്രദേശത്തെ മൂവാറ്റുപുഴ മണ്ഡലത്തിൽ PC തോമസ് ആണ് NDA മുന്നണിയിൽ നിന്ന് ജയിച്ച സ്ഥാനാർത്ഥി. പക്ഷെ അദ്ദേഹത്തിന്റെ ചിഹ്നം താമരയായിരുന്നില്ല, അദ്ദേഹം BJP-കാരനുമായിരുന്നില്ല. എന്നാൽ താമര വിരിയുമോ എന്നതാണ് ഇവിടുത്തെ നിർണായകമായ ചോദ്യം. താമര വിരിഞ്ഞാൽ അത് എവിടെ? അതിന് ഏറ്റവും വളക്കൂറുള്ള മണ്ണ്, ഓർഗാനിക്കായി ജൈവികമായി ഭാരതീയ ജനതാ പാർട്ടിക്ക് വളരെ വലിയ വളർച്ച രേഖപ്പെടുത്തുന്ന തിരുവനന്തപുരം മണ്ഡലത്തിലാകാനാണ് സാധ്യത എന്നാണ് എല്ലാവരും കരുതുന്നത്. എന്നാൽ തൃശൂർ എന്ന മണ്ഡലം വളരെയധികം ശ്രദ്ധ അർഹിക്കുന്നു. കാരണം അവിടെ ഒരു സ്ഥാനാർത്ഥിയുടെ മികവാണ്. ഭാരതീയ ജനതാ പാർട്ടിക്ക് വളരെ വലിയ ജൈവിക വളർച്ചയൊന്നും തൃശ്ശൂരില്ല എന്ന് നമുക്കറിയാം. തൃശ്ശൂർ ഒരു തട്ടകവുമല്ല. ഭാരതീയ ജനതാ പാർട്ടിക്ക് അതിനേക്കാളും മെച്ചപ്പെട്ട തട്ടകം തന്നെയാണ് പാലക്കാട്, ഒരുപക്ഷെ കാസർഗോഡ്, അല്ലെങ്കിൽ ഈവൻ ആറ്റിങ്ങലും ഒക്കെ ഇപ്പോൾ വലിയ വളർച്ചയുള്ള സ്ഥലങ്ങളാണ്. തൃശ്ശൂർ അങ്ങനെയല്ല. പക്ഷേ ഒരു സ്ഥാനാർത്ഥി, മഹാമേരു പോലെ നിൽക്കുന്ന ശ്രീമാൻ സുരേഷ് ഗോപി, ഒരു കഠിനമായ തപസ്യയിലാണ് സുരേഷ് ഗോപി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, പരാജയപ്പെട്ടു. ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെച്ച് 3-ാം സ്ഥാനത്തേക്ക് പോയെങ്കിലും അദ്ദേഹം പരാജയപ്പെട്ടു. 4 ലക്ഷത്തിൽ പരം വോട്ടുകൾ നേടി തൃശൂർ പിടിച്ചെടുത്തത് TN പ്രതാപനാണ്. 2-ാം സ്ഥാനത്ത് വന്ന സ്ഥാനാർത്ഥി, CPIയുടെ സ്ഥാനാർത്ഥി 2-ാം സ്ഥാനത്ത് വന്നു. പക്ഷെ CPIയുടെ സ്ഥാനാർത്ഥി ഏറെ പിന്നോട്ട് പോയി. 1 ലക്ഷത്തോളം വോട്ടിനാണ്, 90,000-ൽ പരം വോട്ടിനാണ് ശ്രീ TN പ്രതാപൻ ഈ രാജാജി മാത്യു തോമസിനെ നേരിട്ട് തോൽപ്പിച്ചത്. പക്ഷെ രാജാജി മാത്യു തോമസ് നിലവിൽ പറഞ്ഞാൽ, സത്യസന്ധമായി പറഞ്ഞാൽ, വളരെ ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു അന്നത്തെ സാഹചര്യത്തിൽ. പക്ഷെ ഇന്ന് CPI നിർത്തിയിരിക്കുന്നത് ഒരു ദുർബലനെ അല്ല, അവർക്ക് ലഭിക്കാവുന്ന, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ലഭിക്കാവുന്ന ഏറ്റവും ഉജ്ജ്വലനായ VS സുനിൽകുമാറിനെ തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. മുൻ കൃഷിമന്ത്രി കൂടിയായ VS സുനിൽകുമാർ തൃശ്ശൂരിന്റെ അഭിമാനമാണ്. അദ്ദേഹം മത്സരിക്കുമ്പോൾ തൃശ്ശൂരുകാരനായ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നു. മറുവശത്തെ കൊല്ലത്ത് നിന്ന് തൃശ്ശൂരേക്ക് പോയി തൃശ്ശൂർ സ്വന്തം തറവാടാക്കി മാറ്റിയെടുത്ത 2 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടെങ്കിലും തൃശ്ശൂര് വിടാതെ ഞാനതും കൊണ്ടേ പോകൂ എന്ന് പറയുന്ന BJP സ്ഥാനാർത്ഥി, സിനിമാ താരം കൂടിയായ സുരേഷ് ഗോപി. അതുപോലെ തൃശ്ശൂരിന്റെ മണ്ണിന് വൈകാരികമായി പ്രാധാന്യമുള്ളതാണല്ലോ K കരുണാകരന്റെ കുടുംബവുമായി. പക്ഷേ ഒരു അംഗച്ചേകവരായി, ഒരുപക്ഷെ ഉലകം ചുറ്റും വാലിബനായി പല മണ്ഡലങ്ങളിൽ പോയി ഫൈറ്റ് ചെയ്ത് ജയിച്ചും തോറ്റും ഒക്കെ നിൽക്കുന്ന K മുരളീധരൻ വടകരയുടെ മണ്ണിൽ നിന്നും തൃശ്ശൂരേക്ക് പറന്നിറങ്ങിയിരിക്കുന്നു. ഈ 3 സ്ഥാനാർത്ഥികളും അതത് പാർട്ടികൾക്ക്, മുന്നണികൾക്ക് നൽകാവുന്ന, ഫീൽഡ് ചെയ്യാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെയെങ്കിൽ വിജയമാർക്ക് പ്രേക്ഷകർ ഏറെ ഉറ്റുനോക്കുന്ന തൃശൂർ മണ്ഡലത്തിൽ യാഥാർത്ഥ്യങ്ങൾ തമസ്കരിക്കരുത്. ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ വിഷയം ആന്റി ഇൻകംബൻസി, ഭരണവിരുദ്ധ വികാരം. പ്രത്യേകിച്ച് ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആണെങ്കിൽ പോലും സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരമാണ് വോട്ടർമാരുടെ മനസ്സിനെ മഥിക്കുന്നതെങ്കിൽ അത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് അത്ര ശുഭകരമാവില്ല. പക്ഷെ ഒരു ഗുണമുള്ളത്, അത് CPIയുടെ സ്ഥാനാർത്ഥിയാണ്. CPM-നോടാണ് വിരോധമെങ്കിൽ, ശ്രീ പിണറായി വിജയനോടാണ് വിരോധമെങ്കിൽ അത് VS സുനിൽകുമാറിനെ നേരിട്ട് ബാധിക്കണമെന്നില്ല. പക്ഷേ കരുവന്നൂർ ബാങ്ക് വിവാദം വന്നപ്പോൾ കാര്യങ്ങൾ കുറെയൊക്കെ കൈവിട്ടുപോയി. കരുവന്നൂർ തൃശ്ശൂർ മണ്ഡലത്തിന്റെ ഉള്ളിൽപ്പെടുന്ന സ്ഥലമാണ്. അവിടെ വലിയ തോതിൽ അഴിമതിയും തട്ടിപ്പും വെട്ടിപ്പും എല്ലാം നടന്നു. കുംഭകോണം വെളിച്ചത്ത് വരികയും ശ്രീ നരേന്ദ്രമോദി തന്നെ നേരിട്ട് വന്ന് പറഞ്ഞു 9,000 കോടി രൂപ, അല്ലെങ്കിൽ 900 കോടി രൂപ, 900 കോടി രൂപ ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നു. അത് ഞങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് ഈ നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കാനാവും എന്ന്. അങ്ങനെ കൊടുക്കാനാവില്ല എന്ന് നമുക്കറിയാം. അതിന് ഘടനാപരമായ സംവിധാനങ്ങളുണ്ട്. അല്ല മോദി പറഞ്ഞതുകൊണ്ട് മാത്രം കൊടുക്കാനാവില്ലല്ലോ. പക്ഷെ അതുവരെ ഞങ്ങൾ ശ്രമിക്കുമെന്ന് പറയുമ്പോൾ എന്ത് വില കൊടുത്തും സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചെടുക്കാൻ ഭാരതീയ ജനതാ പാർട്ടി ശ്രമിക്കുന്നു. നരേന്ദ്രമോദി 1 അല്ല 2 അല്ല 3 വട്ടമാണ് വന്നത്. ഒന്ന് വനിതാ സമ്മേളനത്തിന് വന്നു. പിന്നീട് വനിതാ സമ്മേളനം, അതൊരു പുതുമയാണ്. തൃശ്ശൂരെ വനിതാ വോട്ടാണ് സുരേഷ് ഗോപി പ്രതീക്ഷിക്കുന്ന. രാഷ്ട്രീയ ഇതര വനിതാ വോട്ട് ശ്രീ സുരേഷ് ഗോപി പ്രതീക്ഷിക്കുന്നു. അതിനൊരാക്കം നൽകാൻ ഒരു വനിതാ സമ്മേളനം തന്നെ നടത്തി. വനിതകൾക്ക് മാത്രം പ്രവേശനമുള്ള ആ സമ്മേളനം നരേന്ദ്രമോദിയുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് ഇവിടെ നേരിട്ട് വന്നു, ഇന്ത്യൻ പ്രധാനമന്ത്രി നേരിട്ട് വന്നു. അപ്പൊ സുരേഷ് ഗോപിക്ക് സംസ്ഥാന നേതാക്കളെ ഒന്നും ആശ്രയിക്കേണ്ട കാര്യമില്ല.
നേരിട്ടുള്ള ഇടപാടാണ്. ശ്രീ നരേന്ദ്രമോദിയുമായും ശ്രീ അമിത്ഷായുമായും സുരേഷ് ഗോപിക്കുള്ള നേരിട്ടുള്ള ഇടപാടുള്ളത് കൊണ്ട് ജയിച്ചു വന്നാൽ ഉറപ്പായും കേന്ദ്രമന്ത്രിയാണ്. ഒരു കേന്ദ്രമന്ത്രിയെ ലഭിക്കാനുള്ള സാഹചര്യം തൃശൂർക്കാർ പാഴാക്കുമോ? അപ്പൊ രാഷ്ട്രീയ ഭേദമന്യേ, കക്ഷിഭേദമന്യേ സുരേഷ് ഗോപിക്ക് വോട്ട് കിട്ടാനുള്ള സാധ്യത ഇവിടെ തള്ളിക്കളയാനാവില്ല. പക്ഷേ നോക്കൂ, ഇവിടെ മറ്റൊരു യാഥാർത്ഥ്യം വരുന്നു. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടൊരു യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ വന്നു വീണതാണ്. ആ ഒരു സംഭവം, തൃശൂർ പൂരം കലങ്ങി അല്ലെങ്കിൽ കലക്കി, അതെന്തായാലും കലങ്ങിയതാണെങ്കിലും ആരെങ്കിലും മനഃപൂർവ്വം കലക്കിയതാണെങ്കിലും അതാണ് ഒരു പക്ഷേ അവസാന റൗണ്ടിൽ കേരളം ആകെ, തൃശ്ശൂർ മാത്രമല്ല തൃശ്ശൂരിന്റെ അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ട് കേരളമാകെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ചർച്ച ചെയ്ത വിഷയം തൃശൂർ പൂരം നടത്തിപ്പിൽ വന്ന അലംഭാവം, കെടുകാര്യസ്ഥത, വീഴ്ച. അതിന് സംസ്ഥാന സർക്കാർ വലിയ വില കൊടുക്കേണ്ടി വരും. പാർട്ടി ഭരിക്കുന്ന പാർട്ടി മുന്നണിയും വലിയ വില കൊടുക്കേണ്ടി വന്നാൽ അത് സുനിൽകുമാറിന് ദോഷമായി വരും. അത് മുതലെടുക്കാൻ പരമാവധി ശ്രമിച്ചത് കെ മുരളീധരനാണ്. സുരേഷ് ഗോപി ശ്രമിച്ചു. അവിടെ ആദ്യം തന്നെ ഓടിയെത്തിയത് സുരേഷ് ഗോപിയാണ്, സമ്മതിച്ചു. പക്ഷേ അത് സുരേഷ് ഗോപിക്ക് വേണ്ടി നടത്തിയ ഒരു പൊറാട്ട് നാടകമാണ് എന്ന രീതിയിൽ വരെ ഒരു പരാമർശം നടത്താൻ ശ്രീ മുരളീധരൻ അവിടെ തുനിഞ്ഞു. അവസാനം മുരളീധരൻ ഒറ്റയടിയാണ് അടിക്കുന്നത്. ഇവിടെ മത്സരം കഴിഞ്ഞ ദിവസം വരെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ VS സുനിൽകുമാറും മുരളീധരൻ എന്ന ഞാനും തമ്മിലായിരുന്നു. പക്ഷേ ഇന്ന് മുതൽ മത്സരം ഞാനും സുരേഷ് ഗോപിയും തമ്മിലാണ്. അതുകൊണ്ട് ഇടതുപക്ഷത്തെ സ്ഥാനാർത്ഥിയെ പൂർണ്ണമായി എഴുതി തള്ളിക്കൊണ്ട് ശ്രീ കെ മുരളീധരൻ സ്വയം മുന്നോട്ട് വന്ന് സ്വയം പ്രഖ്യാപിക്കുകയാണ്, ഞാനാണ് ഇവിടുത്തെ പ്രധാന സ്ഥാനാർത്ഥി, പരാജയപ്പെടുന്നത് എനിക്ക് വോട്ട് ചെയ്യൂ. അപ്പൊ ഇടതുപക്ഷത്തോടുള്ള ആഹ്വാനമായി വേണമെങ്കിൽ കാണാം. ഇടതുപക്ഷ സ്ഥാനാർത്ഥി സുനിൽകുമാറിന് വോട്ട് ചെയ്താൽ ഒരുപക്ഷെ BJP സ്ഥാനാർത്ഥി ഇൻഡയറക്റ്റ് ആയിട്ട് സുരേഷ് ഗോപി ജയിച്ചു വരും. അത് ഒഴിവാക്കാൻ തീർച്ചയായും ഇടതുപക്ഷക്കാരുൾപ്പെടെ എനിക്ക് വോട്ട് തരൂ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ മുരളീധരൻ എന്ന നല്ല മെയ്വഴക്കമുള്ള ഭരണപ്രജ്ഞാന രാഷ്ട്രീയക്കാരൻ രംഗത്ത് വരുന്ന കാഴ്ചയാണ് അവസാന റൗണ്ടിൽ കാണുന്നത്. കോൺഗ്രസിന് സാമാന്യ ശക്തമായ വേരോട്ടമുണ്ട്. എന്നാൽ CPIക്ക് അവസാന വേരുകളുള്ളത് തൃശ്ശൂരാണ്. കൊല്ലം ജില്ലയുടെ ചില ഭാഗങ്ങളിലും തൃശ്ശൂരുമാണ്. CPIയെ സംബന്ധിച്ചിടത്തോളം കാര്യമായ സ്വാധീനമുള്ളത്. നല്ലൊരു സ്ഥാനാർത്ഥി കൂടിയാണെന്ന് ഓർക്കണം സുനിൽകുമാർ. അതുകൊണ്ട് സുനിൽകുമാറിനെ ഇപ്പോഴും പൂർണ്ണമായി എഴുതിത്തള്ളാനാവില്ല. പക്ഷേ അവസാന റൗണ്ട് വരുമ്പോൾ ഇപ്പോൾ മത്സരം ശ്രീ സുരേഷ് ഗോപിയും കെ മുരളീധരൻ തമ്മിലാകാനുള്ള സാധ്യതയാണ്. തിരുവനന്തപുരത്ത് സംഭവിക്കാൻ സാധ്യതയുള്ളതുപോലെ ഇടതുപക്ഷ വോട്ടുകൾ പൂർണ്ണമായും UDFിലേക്ക് ഒഴുകാനുള്ള സാധ്യതയൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷെ ചെറിയ തോതിലെങ്കിലും ഈ VS സുനിൽകുമാർ ലഭിക്കാവുന്ന ചില വോട്ടുകളെങ്കിലും, നിഷ്പക്ഷമായ ചില വോട്ടുകളെങ്കിലും കെ മുരളീധരൻ ലഭിച്ചാൽ കെ മുരളീധരൻ ഒരു ചെറിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരാൻ കഴിയും. പക്ഷേ കടുത്ത മത്സരം നടക്കുമ്പോൾ നിഷ്പക്ഷ വോട്ടുകൾ സുരേഷ് ഗോപിയിലേക്കാണ്. സ്ത്രീ വോട്ടുകളും നിഷ്പക്ഷ വോട്ടുകളും ശ്രീ നരേന്ദ്രമോദി ഇഷ്ടപ്പെടുന്ന വികസനത്തിന് വേണ്ടിയുള്ള വോട്ടുകളും എല്ലാം തന്നെ വലിയ പ്രതീക്ഷയോടെ BJP മന്ത്രി ഉണ്ടാകാൻ പോകുന്നു എന്ന പ്രതീക്ഷയോടെ സുരേഷ് ഗോപിക്ക് അനുകൂലമായി വീഴുകയാണെങ്കിൽ സുരേഷ് ഗോപി ജയിച്ചു വരും. ഏക പ്രതിരോധം എന്ന് പറയുന്നത് സുരേഷ് ഗോപിക്കുള്ള ഏക ബാലികേറ മല ക്രൈസ്തവ സഭയാണ്. പല അവാന്തര വിഭാഗങ്ങളായി നിൽക്കുമ്പോഴും സീറോ മലബാർ സഭയ്ക്ക് അവിടെ ആഴത്തിൽ വേരോട്ടമുണ്ട്. ഓർത്തഡോക്സ് യാക്കോബായ കൽദായ സഭകൾ അവിടെയുണ്ട്. ആ വോട്ടുകളൊക്കെ കൃത്യമായി ഒരു പ്രത്യേക ഒരു പെട്ടിയിൽ വീഴുന്നില്ല. അത് കൂടുതൽ UDFന് പോകാനാണ് സാധ്യത, ചിലർക്ക് LDFനും. അതിന്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും, ക്രൈസ്തവ വോട്ടുകളുടെ ഒരു ചെറിയ ഭാഗമെങ്കിലും മോദി നടത്തിയ ക്രിസ്തുമസ് ന്യൂ ഇയർ നയതന്ത്രത്തിലൂടെ അല്ലെങ്കിൽ ഈസ്റ്റർ നയതന്ത്രത്തിലൂടെയും ക്രിസ്മസ് നയതന്ത്രത്തിലൂടെയും ഈ സഭകളെ സ്വാധീനിക്കാൻ മോദി നടത്തിയ ശ്രമങ്ങൾ ഫലവത്താവുകയാണെങ്കിൽ ഒരു പക്ഷേ സുരേഷ് ഗോപിക്ക് അനുകൂലമായി ചെറിയൊരു വിഭാഗം ക്രൈസ്തവരും വോട്ട് ചെയ്തേക്കാം. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ സുരേഷ് ഗോപിക്ക് നിശ്ചയമായി വിജയിക്കാനാവൂ. അവസാന റൗണ്ടിൽ കേട്ടത് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ സക്സേന ഇവിടെ വരുന്നു. ഇന്നും നാളെയുമായി അവസാന മണിക്കൂറുകളിൽ തിരുവനന്തപുരത്തും തൃശ്ശൂരും വന്ന് BJP സ്ഥാനാർത്ഥികളുടെ വിജയം ഉറപ്പാക്കുന്നതിന് വേണ്ടി ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുമായി പ്രചരണം എന്ന് പറയുന്നത് ശരിയല്ല, സംസാരിക്കുന്നുണ്ട്. അതൊക്കെ എത്രത്തോളം വോട്ടായി മാറും എന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഇപ്പോഴും തൃശൂർ മണ്ഡലം പ്രവചനാതീതമായി തുടരുന്നു. എന്റെ അവസാന വാക്ക്, അവസാന ഘട്ടത്തിൽ ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരം ശ്രീ സുരേഷ് ഗോപിയും ശ്രീ കെ മുരളീധരനും തമ്മിലായാൽ ഞാൻ ഒട്ടും അത്ഭുതപ്പെടില്ല.